രാജു പി നായർ ഇവിടെ എസ് ലാൽ ചൂണ്ടിക്കാട്ടിയതുപോലെ എല്ലാ രംഗത്തും നമ്മൾ ഒന്നാം സ്ഥാനത്തൊന്നുമല്ല. നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ കൂടുന്നുണ്ട്, വാഹനാപകടങ്ങൾ കൂടുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയ തോതിലുള്ള പിന്നോട്ടടിയുണ്ട്. ആ അർത്ഥത്തിൽ മറ്റ് മേഖലകളിലുള്ള നേട്ടം പോലെ ഇവിടെ ഉണ്ടാവുന്നില്ല. അത് ചൂണ്ടിക്കാട്ടുന്നതിന് പകരം ആരോഗ്യ മേഖല ആകെ ICUവിൽ എന്ന് ജനറലൈസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല രാജു പി നായർ? ഇല്ല, ഒരു പ്രശ്നം. ഞാൻ അതിനൊക്കെ വരാം. അതിന് മുമ്പായിട്ട് 2-3 കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു പോട്ടെ. ഒന്ന്, ബഹുമാനപ്പെട്ട ശ്രീ CPM പ്രതിനിധി പ്രകാശൻ മാസ്റ്റർ കടന്ന് ഇവിടെ നടത്തിയ പ്രതികരണങ്ങൾ, അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഇവരുടെ അങ്കലാപ്പ് പ്രകടമാണ്. ഇപ്പം ഇന്നലെ വീണ ജോർജിൻ്റെയും ഇവരുടെയൊക്കെ ഒരു അങ്കലാപ്പുണ്ടല്ലോ, ആ അങ്കലാപ്പിൻ്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, അങ്ങയുടെ പത്തനംതിട്ടയിലെ അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗം ഉണ്ടായിരുന്നല്ലോ, MLA ആയിട്ട് പോലും ഇരിക്കാൻ ഇവർക്ക് അർഹതയില്ല എന്ന് പറഞ്ഞവരുണ്ടല്ലോ. അതുപോലെ തന്നെ ഇന്നലെ ആശുപത്രി പോയതിനെ ഞങ്ങൾ പരിഹസിച്ചിട്ടില്ല, പക്ഷേ അങ്ങയുടെ പാർട്ടിക്കകത്ത് തന്നെ ഒരു ലോക്കൽ സെക്രട്ടറി പരിഹസിക്കുകയുണ്ടായി. അവരും ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ഉള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണോ? അങ്ങനെയാണോ അങ്ങനെ നിങ്ങളുടെ കണ്ടുപിടുത്തം? എനിക്കറിയില്ല. ഈ സർക്കാരിനെ കുറിച്ച് എന്തു പറഞ്ഞാലും അട്ടിമറിക്കാൻ വരുന്നവരുടെ ഒരു പേടിയിലാണല്ലോ ഇവർ നടക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്ന കാര്യം, മിനിറ്റ് കൊണ്ട് മന്ത്രി അവിടെ ചെന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആ മന്ത്രിമാർ അത്രയും സമയത്തുള്ളിൽ അവിടെ ചെന്നുണ്ടാവില്ല. ചെല്ലാതിരിക്കുകയായിരുന്നു ശ്രീ പ്രകാശൻ ഭേദം. എന്തിനാ അവർ ചെന്നത്? അവർ ചെന്നത് അവിടുത്തെ, ഞാൻ അതിന് ചോദിച്ചു, അവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ട് ഏറ്റു പറയാനാണെങ്കിൽ എന്തിനാ അവർ ചെന്നത്? എന്താണ് ഒരു രാഷ്ട്രീയ നേതൃത്വം ചെല്ലുന്നത് കൊണ്ട് ഒരു അപകട സ്ഥലത്ത് ഉണ്ടാവേണ്ട ഗുണപരമായ കാര്യം എന്താ? അവിടെ ഏതെങ്കിലും തലത്തിൽ അമാന്തമുണ്ടെങ്കിൽ, അവിടെ ഏതെങ്കിലും വകുപ്പുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അതിനകത്ത് അമാന്തം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിർദ്ദേശം കൊടുത്ത് മുൻപിൽ നിന്ന് ആ പ്രവർത്തനം നടത്തുക എന്നുള്ളതല്ലേ. ഞാൻ അങ്ങയോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന MLA അവിടെ ചെന്നപ്പോൾ അറിഞ്ഞ കാര്യം എന്തുകൊണ്ട് വീണ ജോർജും അവിടുത്തെ സ്ഥലം MLA കൂടിയായ VN വാസവനും ചെന്നിട്ട് അറിയാൻ കഴിഞ്ഞില്ല? അതല്ലേ നിങ്ങളുടെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ചാണ്ടി ഉമ്മൻ അവിടെ ചെല്ലുമ്പോൾ ആ വിഷ്വൽസിൽ കാണുന്നുണ്ടല്ലോ, ഈ ബിന്ദുവിൻ്റെ മകൾ പറയുന്നത് അമ്മ പോയിട്ട് കാണുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോഴാണല്ലോ ഇത് അവരെ അന്വേഷിക്കണമെന്ന് പറയുന്നത്. ചാണ്ടി ഉമ്മൻ പോലും അതിനകത്ത് പറയുന്നുണ്ട്, ഇനി വേറെ എവിടെയെങ്കിലും പോയതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടുത്തെ ആ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന രോഗികളെ നേരിട്ട് മന്ത്രി ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇതറിയുമായിരുന്നില്ലേ? എന്തിനാ ഇങ്ങനത്തെ ഒരു ഷോ കാണിക്കാൻ അവിടെ പോയത്? ഈ ഷോ കാണിക്കാൻ എന്തിനു പോയി? നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ സാന്നിധ്യം കാണിക്കാൻ, അല്ലാണ്ട് അതിനപ്പുറം നിങ്ങൾക്ക് എന്തായിരുന്നു അവിടെ പോകാനുള്ള ഉദ്ദേശം? മുഖ്യമന്ത്രി പോയല്ലോ, 5 മിനിറ്റ് ആ കൂടെ ഉണ്ടായിരുന്ന മന്ത്രിമാരായിട്ട് ഒരു റൂമിലിരിക്കുക ചെയ്തത്. എന്തിനാ അവിടെ പോയത്? മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ? നിങ്ങൾ ഞങ്ങൾക്ക് മേൽ ഗൂഢാലോചന സിദ്ധാന്തമൊക്കെ ഉയർത്തുന്നല്ലോ. നിങ്ങൾ ആ ഗൂഢാലോചന സിദ്ധാന്തം ഞങ്ങൾക്ക് മേൽ ഉയർത്തുമ്പോൾ അവിടെ നിങ്ങൾ അത് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഇന്നലെ ആ സംഭവം ഉണ്ടായതിനു ശേഷം ഏകദേശം 8-10 ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന രോഗികൾ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വന്ന് പ്രതികരിച്ചതാണ്. അത് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ അവിടെ പോയിരുന്നു, രാവിലെ പോലും ഞങ്ങളവിടെ പോയിരുന്നു എന്നുള്ളത് ഉൾപ്പെടെ പറഞ്ഞ ആ പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്. നിങ്ങൾ അവരെ സർക്കാരിനെ അട്ടിമറിക്കാൻ വരുന്നവരാക്കി നിർത്തുകയാണ്. ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഒരല്പമെങ്കിലും ഉളുപ്പ്. ഈ ജനങ്ങൾ മുഴുവൻ കണ്ട ഈ സാഹചര്യത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ചാനൽ വന്ന് ഇങ്ങനെ നിഷേധിക്കാൻ കഴിയുക? പിന്നെ അങ്ങ് ചോദിക്കുന്നു, മന്ത്രി പറഞ്ഞോ എന്തെങ്കിലും അവിടെ ആരും കുടുങ്ങിക്കിടപ്പില്ലെന്ന് പറഞ്ഞോ? പറഞ്ഞു. മന്ത്രി പറഞ്ഞത് 2 പേർക്ക് അപകടം സംഭവിച്ചു. അത് ഗൗരവമായ അപകടമല്ല, മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഗൗരവമല്ല എന്ന് പറഞ്ഞത് ആ മന്ത്രിയാണ്. ആ ഗൗരവമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ആ മന്ത്രി തിരിച്ചുപോയത്. ചാണ്ടി ഉമ്മന് അത് ഗൗരവമുള്ളതാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവസാനം അവിടെ അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതല്ലെങ്കിൽ വീണ്ടും എത്ര സമയം എടുക്കുമായിരുന്നു ആ ബോഡിയെങ്കിലും റിക്കവർ ചെയ്യാൻ ആലോചിക്കണം. സാംസ്കാരിക കേരളത്തിന് മുന്നിൽ വന്ന് ഇത്രയും മാത്രം അധപ്പതിക്കരുത്. നിങ്ങൾ ഇടതുപക്ഷത്തേക്ക് ഇപ്പോഴും പേര് പറയാണല്ലോ. ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്ന പോലെ ആ ഇടതുപക്ഷത്തിന്റെ പേരുപയോഗിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഇത്രമാത്രം തീവ്ര വലതുപക്ഷമാവരുത് പ്രകാശൻ മാഷെ. അവരോടൊപ്പം നിൽക്കാൻ വേണം. പിന്നെ ഇവിടെ ഇനി പറയാനുണ്ട്, പക്ഷെ സമയം കുറവായതുകൊണ്ട് ഞാൻ അജിംസ് ചോദിച്ച ചോദ്യത്തിലേക്ക് എത്തുകയാണ്. അജിംസെ, ആരോഗ്യ കേരളം വെന്റിലേറ്റർ ആണെന്നതിന് അങ്ങക്ക് എന്താ സംശയം? ഈ പറയുന്ന നമ്പർ 1 ആണെന്ന് പറയുന്നത് ഒരു ദുരിതം പോലെ മലയാളി ചുമന്നുകൊണ്ട് കിടക്കുക. അജിംസ് ധൈര്യമുണ്ടെങ്കിൽ, അജിംസിന് ഇതിനകത്ത് ആത്മാർത്ഥമുണ്ടെങ്കിൽ നാളെ നിങ്ങൾ സ്റ്റോറി ചെയ്യും. കേരളത്തിലെ ഏതെങ്കിലും താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ താഴത്തേക്ക് ആരോഗ്യ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്ക്. പനിക്ക് മരുന്ന് കൊടുക്കുന്നതല്ല, പനിക്ക് ചീട്ടെഴുതി കൊടുക്കുന്നതല്ല. ഈ കേരളത്തിൽ ആയിരക്കണക്കിന് PHകളും CHകളും താലൂക്ക് ഹോസ്പിറ്റലുകളൊന്നും ഒന്നും നടക്കുന്നില്ല.
അവിടെയൊന്നും ഡോക്ടർമാരില്ല. CHC പാറ്റേൺ വെച്ച് 8 ഡോക്ടർമാർ വേണം ഒരു CHCയിൽ. അവിടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ വേണം. ആ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാർ ഉൾപ്പെടെ 8 ഡോക്ടർമാർ വേണ്ടിട്ട് എത്ര ഡോക്ടർമാരാ ഉള്ളതെന്നറിയാമോ? 2 ഡോക്ടർമാർ. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, എന്റെ കീഴിൽ 3 CHC ഉണ്ടായിരുന്നു. 2 ഡോക്ടർമാർക്ക് അപ്പുറം ഇല്ല. പിന്നെ ഓടിച്ചോണ്ട് പോകുന്നത് താൽക്കാലികമായി കിട്ടുന്ന NHMന്റെ ഡോക്ടർമാരാ. എപ്പോ വേണേ പിരിച്ചുവിടാം, എപ്പോ വേണേ രാജിവെച്ച് പോവാം. അങ്ങനെയുള്ള കുറെ ഡോക്ടർമാര്, മതിയായ ജീവനക്കാരില്ല. എത്ര CHCകളിൽ രാത്രികാല സേവനം കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് നോക്ക്. എവിടെയെങ്കിലും അവിടെ ഇൻപേഷ്യന്റ് കിടത്തി ചികിത്സ ഉണ്ടോ? എത്ര CHCകൾ ഉണ്ട് എന്ന് നോക്കൂ. നിങ്ങൾ ആരോഗ്യ കേരളത്തെ 1-ാം നമ്പർ എന്ന് പറഞ്ഞത് എന്തിന്റെ ബലത്തിലാ? നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ബലത്തിൽ, നമ്മുടെ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ബലത്തിൽ, നമ്മുടെ താലൂക്ക് ആശുപത്രികളുടെ ബലത്തിൽ അല്ലെ? ഈ താലൂക്ക് ആശുപത്രികൾ മുഴുവൻ റഫറൽ കേന്ദ്രങ്ങളായി മാറി. മുഴുവൻ റഫറൽ കേന്ദ്രങ്ങളാണ്. അവിടെ ചെല്ലുന്നവരെ മുഴുവൻ ജനറൽ ഹോസ്പിറ്റലിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ശുപാർശ ചെയ്യുക, അല്ലെങ്കിൽ റെഫർ ചെയ്ത് വിടുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നും നടക്കുന്നില്ല. CHCകളും PHCകളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് MP-മാരുടെ ഫണ്ടുണ്ട്, MLA-മാരുടെ ഫണ്ടുണ്ട്, പ്രാദേശിക സർക്കാരുകളുടെ ഫണ്ടുണ്ട്, കെട്ടിടങ്ങൾ പണിതിട്ടിട്ടുണ്ട്. പക്ഷെ ഡോക്ടർമാരില്ല. എത്രയോ ഞാൻ സൂചിപ്പിച്ചല്ലോ, എന്റെ കീഴിൽ ഉണ്ടായിരുന്ന 2 ആശുപത്രികൾ നാളെ അജിംസോന്ന് ഞാൻ കാണിച്ചു തരാം. 38 സെൻട്രലൈസ്ഡ് ഓക്സിജൻ ബെഡുകൾ ഉൾപ്പെടെ 38 ബെഡ് ഞങ്ങൾ തയ്യാറാക്കി നിർത്തി കോവിഡ് കഴിഞ്ഞപ്പോ. 4 വർഷമായി. അപമാനത്തോടുകൂടി പറയട്ടെ, ആ സെൻട്രലൈസ്ഡ് ഓക്സിജൻ സംവിധാനം ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. കാരണം എന്താ? ഡോക്ടർമാരില്ല. അങ്ങനെ ഡോക്ടർമാരില്ലാതെ ഈ നാട്ടിലുള്ള മുഴുവൻ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും CHCകളും പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. അവിടെ ചെല്ലുന്ന 300 അടുത്ത് രോഗികൾ അവിടെ ചെല്ലുന്നു. പനിക്കും വേദനയ്ക്കുമുള്ള മരുന്ന് പലതും പുറത്തെഴുതി കൊടുക്കേണ്ടി വരിക. അതിനപ്പുറം ഒന്നും നടക്കുന്നില്ല. ആ താലൂക്ക് ആശുപത്രി വരെ ഏകദേശം 6 ലക്ഷത്തിന് മേൽ ജനസംഖ്യ വരുന്ന താലൂക്ക് ആശുപത്രിയുടെ കീഴിലുള്ള മുഴുവൻ ആൾക്കാരെ നേരെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വിടുന്നത്. ജനറൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ കിടക്കാൻ സ്ഥലമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ, ഞങ്ങൾ രാഷ്ട്രീയ പ്രതിപക്ഷ പ്രകാശം മാഷ് ഉൾപ്പെടെ ഉണ്ടാവും. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ദിവസവും വരുന്ന കോൾ എന്താ അറിയോ? ജനറൽ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും ഒരു കിടക്കയ്ക്ക് വേണ്ടി, ഒരു ICUവിന് വേണ്ടി, ഒരു വെന്റിലേറ്ററിന് വേണ്ടി രാഷ്ട്രീയക്കാർ ശുപാർശ ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കുക. ഞങ്ങൾ MP-മാരെ MLA-കാരും കൊണ്ട് അവിടുത്തെ ഡോക്ടർമാരെ വിളിച്ച് ശുപാർശ ചെയ്യുക. ഒരു ICU ബെഡ്, ഒരു വെന്റിലേറ്റർ, ചികിത്സിക്കാൻ വേണ്ടി ഒരു ബെഡ്, ഒരു റൂം. ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന്, സാധാരണക്കാരായ മനുഷ്യർക്ക്, ജീവിക്കാൻ മാർഗമില്ലാത്ത മനുഷ്യർക്ക് ചികിത്സ കിട്ടണമെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശുപാർശ വേണം എന്ന് വന്നാൽ ഏത് ആരോഗ്യ കേരളത്തെ കുറിച്ച്, ഏത് നമ്പർ 1 നിങ്ങൾ ആഘോഷിക്കുന്നത്? ഏത് നമ്പർ 1? പ്രകാശ് മാസ്റ്റർ